എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈദ് വ്ളോഗുമായിട്ട് വന്നതാണ്. ഈദ് വ്ളോഗ് വരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഈ പ്രാവശ്യത്തെ ഈദ് കാര്യമായിട്ട് വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക എന്നല്ലാതെ വേറെ ഒരു വേയും ഇല്ല. ഞങ്ങൾക്ക് കുറേ ദിവസമായിട്ട് ലോക്ക്ഡൗണും ഒക്കെയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ഈദ് ആഘോഷിക്കുക വരുമ്പോൾ നല്ല സന്തോഷത്തിനാണ് ദുബായിൽ നിന്ന് വന്നത്. ഒരുപാട് യാത്ര പോവുക, എനിക്ക് എൻ്റെ വീട്ടിൽ പോവുക, അങ്ങനെ ഒരുപാട് പ്ലാനുകളായിരുന്നു. പക്ഷേ ഒന്നും നടക്കണില്ലല്ലോ. ഇപ്പോൾ എല്ലാവരുടെ അവസ്ഥ സെയിമാണ്. പെരുന്നാൾക്ക് ഡ്രസ്സ് ഓൺലൈനിൽ കുട്ടികൾക്ക് ബുക്ക് ചെയ്തിരുന്നു. പിന്നെ ഞാൻ തന്നെ തയ്ക്കണ കൊണ്ട് ഞാൻ തന്നെ തയ്ച്ചു. പിന്നെ സെബി കുറച്ച് ദിവസം മുമ്പ് മാക്സിക്കൊക്കെ പോയിട്ട് പോകാൻ പറ്റുന്ന സമയത്ത് പോയി മേടിച്ചിരുന്നു. അങ്ങനെ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തുടങ്ങാം. ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് തലേന്ന് നോമ്പ് തുറന്ന ശേഷം ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്തിരുന്നു. അത് ഞാൻ ബിരിയാണിക്കുള്ള ഗരം മസാലയാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് മല്ലിയും, പിന്നെ 1 സ്പൂണ് ജീരക, 1 സ്പൂൺ പെരിഞ്ജീരക, 1 സ്പൂണ് നല്ല മുളക്, 2 വറ്റൽമുളക്, പിന്നെ ഏലക്ക, പട്ട, കറാമ്പൂ, പിന്നെ ഒരു ജാതിക്ക പൊടിച്ചതും, ഒരു ജാതിക്കൻ്റെ പൂവും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. അത്രേ ഉള്ളൂ. കാര്യമായിട്ട് ഡ്രൈ റോസ്റ്റ് അങ്ങനെ ചെയ്യരുത്, എണ്ണൊന്നും ഒഴിക്കണില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഗരം മസാല ഞങ്ങളുടെ അടുത്ത് ഓൾഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ പൊടിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും, അത്രേ ഉള്ളൂ. അത് പൊടിച്ചെടുത്ത് വെച്ചു. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതന്നെ ഞാനിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും എടുക്കുന്നുണ്ട്. ചിക്കന് ഞാനൊരു 3 കിലോ ചിക്കനാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ചിക്കൻ ബിരിയാണിക്കല്ല, ഫ്രൈ ചെയ്യാനാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ട് അതിൽ, അത് ചതച്ചതും, പിന്നെ കുറച്ച് തൈരും, പിന്നെ ഒരു 2-3 സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടി. അത് ഇത് ലാർജ് ക്വാണ്ടിറ്റിയാണ്, നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ നിർബന്ധമില്ല, അടിക്ക് പിടിക്കുന്നതൊക്കെ ഇങ്ങനെ മസാല ഒക്കെ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി ഒരു 2 സ്പൂൺ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഞാൻ കളറൊന്നും ഇടുന്നില്ല, മുട്ട അങ്ങനെയൊന്നും ചേർക്കണില്ല. സാധാ രീതിയിൽ സാധാ മസാലയാണ് ഞാൻ ചിക്കൻ പൊരിക്കണത്. ചില പേര് മുട്ട പിന്നെന്താണ് കളറൊക്കെ ചേർക്കും. ഞാൻ വീഡിയോക്കാണെങ്കിലും കളറൊന്നും ചേർക്കണില്ല. വീട്ടിലങ്ങനെ ആർക്കും താല്പര്യമില്ല. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് പാത്രം ഒന്ന് എടുത്തത് ചെറുതല്ല പാകമായിപ്പോയി, കുറച്ചുകൂടി വലുത് വേണമായിരുന്നു. പിന്നെ ഞാൻ ധൃതിയിൽ ഇല്ലെങ്കിൽ ഞാൻ നോമ്പിൻ്റെ പെരുന്നാളാണെങ്കിൽ ഏത് പെരുന്നാൾ നോമ്പൊക്കെ തുറന്ന ശേഷം രാത്രി തന്നെ ബിരിയാണിക്കുള്ള മസാല പുഡിങ് ഇങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെക്കും. രാവിലെ പള്ളി പോകാനുള്ളതല്ലേ, അപ്പോൾ അതിനു മുമ്പ് ചോറ് ഊറ്റിയിട്ട് ദമ്മിടും. ബട്ട് ഇപ്രാവശ്യം പള്ളിക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഒക്കെ പ്രിപ്പയർ ചെയ്യണുള്ളൂ. ജസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണുള്ളൂ. എന്നിട്ട് ഞാൻ ബീഫ് വേവിച്ച് വെക്കും. അതിലേക്ക് ഞാൻ 2 കിലോ ബീഫാണ്, എല്ലുള്ള ബീഫാണ്, എല്ലുണ്ട്. 2 കിലോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്, ചെറിയ കഷ്ണമൊന്നുമില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് നേരത്തെ കാണിച്ചല്ലോ, അത് ഇടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, റെഡിയാക്കി വെച്ച ഗരം മസാല ഒരു 3/4 സ്പൂൺ, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി, കൂടുതൽ ഉപ്പിടരുത്. 2 കിലോ ഇറച്ചിയുണ്ട്, അതിനുള്ള ആവശ്യത്തിന് മാത്രം. മസാലയൊക്കെ പിന്നെ ഞങ്ങൾ ഉപ്പ് വേറെ ഇടും. കുറച്ച് വലിയ കഷ്ണങ്ങളാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, ഇതിന് സത്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ വെള്ളം അങ്ങനെ അടിക്ക് പിടിക്കേണ്ട വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഒരു 100 ml ഒക്കെ ഉണ്ടാവും, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞങ്ങളെ കുക്കറിനും ഇറച്ചിനും എത്ര പാകമാണോ അത്ര പാകത്തിൽ വേവിച്ചെടുക്കുക. എൻ്റെതൊരു 4-5 വിസിലാകുമ്പോൾ റെഡിയാവും, വെന്ത് ഒടിയരുത്, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ കിടന്നുറങ്ങും. ഇന്ന് രാവിലെയാണ് ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ഒരു 5:30 മണിയൊക്കെ ആവും.
അപ്പോഴാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. വേറെ ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല, ജസ്റ്റ് അത്ര റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. അതിന് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഫുള്ള് അങ്ങനെ കാര്യമായിട്ട് നെയ്യ് ഒഴിക്കൂല. വീട്ടിൽ അങ്ങനെ ആൾക്കാർക്കും നെയ്യ് ഭയങ്കരമായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ വരുന്ന അത്ര താല്പര്യമില്ല. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട്, ബീഫായതുകൊണ്ട് 1 കിലോ ഉണ്ടാവും ഉള്ളി. അതിലും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് കാര്യമായിട്ട് ഇടാൻ പറ്റൂല, കാരണം ഞങ്ങൾ ബീഫിന് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ടിത് നല്ലോണം വഴറ്റണം. നല്ലോണം പറഞ്ഞാൽ ഇതൊരു 1/2 കിലോ അന്ന് തോന്നണം ഞങ്ങൾക്ക്. അതുവരെ നോർമൽ വഴറ്റലല്ല, ഒരു അരമണിക്കൂറോളം വഴറ്റേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഇതിനാവശ്യമുള്ള തക്കാളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തലക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് റെഡി ആയിക്കോളും. ഇതൊരു അരമണിക്കൂർ ഞാൻ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിലരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ അടുപ്പ് ചെയ്യുമ്പോൾ അടിക്ക് പിടിക്കൂലേ എന്ന്. അടിക്കൊന്നും പിടിക്കണില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ കൂടുതൽ കത്തിക്കേണ്ടടുത്ത് കൂടുതൽ കത്തിക്കുക, കുറച്ച് കത്തിക്കേണ്ടടുത്ത് കുറച്ച് കത്തിക്കുക, അത്രേ ഉള്ളൂ. ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി കുറച്ചൊന്ന് അടിക്ക് പിടിച്ചാൽ തക്കാളിയൊക്കെ ഇടുമ്പോൾ ശരിയാവും. അടിക്ക് പിടിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് അത് ഒട്ടി പിടിക്കും, അത് ഇതിട്ടാൽ ശരിയാവും. പിന്നെ ഒരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത്, ഇതിലേക്ക് ഞാനൊരു 3 പൂണ്ട് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ ഒരു 10 പച്ചമുളകാണ് എടുത്തത്. നല്ലോണം വേണം ഉള്ളി വാട്ടാൻ, നല്ലോണം, കാരണം അതത്ര സ്മാഷ് ആവണം. അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ മടിക്കാട്ടി കുറച്ചൊക്കെ സാധാ ടൈമിൽ ഉണ്ടാക്കുമ്പോൾ ഓക്കെ, പെരുന്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിൽ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ അരമണിക്കൂർ ഞങ്ങൾ തക്കാളിയും കൂടി വെന്തു. തക്കാളിയും അങ്ങനെയാണ്, അത്രയും സമയം വെന്തു. തക്കാളിയും ഞങ്ങൾക്ക് നല്ല വേവണം. ഇപ്പം ഞങ്ങൾ ഇതിലേക്ക് പച്ച തക്കാളി ഇട്ടാൽ അതത്ര വേവില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഷെഫ് ഷമീമിൻ്റെ വീഡിയോ ആണ് കണ്ടത്, അതിൽ ഷെഫ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല ഇതാണ്. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ഗരം മസാലയിൽ ഒരു 2-2.5 സ്പൂൺ ഇട്ട്, ഞാൻ മൊത്തത്തിൽ 3 സ്പൂൺ വേണ്ടി വരും. 1/2 സ്പൂൺ ഓൾറെഡി ഞാൻ ബീഫ് വേകുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ എന്ന് പറയുന്നുണ്ട്, കാരണം ഞങ്ങൾ പൊതുവെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന കുറവാണ്. പക്ഷേ വീട്ടിൽ ഉപ്പാക്കും എനിക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ നാട്ടിൽ നല്ല ബീഫ് ഉണ്ടാകുമ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട്, ദുബായിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ ബീഫ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കൂല, നല്ല ബീഫ് ആവൂലല്ലോ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ലോക്ക്ഡൗൺ ആണെങ്കിലും ഞങ്ങൾക്ക് നല്ല ബീഫ് കിട്ടി. പിന്നെ ഞാൻ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചതായിരുന്നു, അത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളത്തോട് കൂടി ഇട്ട് പിന്നെ ഒരു 15 മിനിറ്റ്, ഇപ്പോൾ തക്കാളി അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് വീണ്ടും ഞങ്ങൾ ബീഫിലൊക്കെ, വെന്ത ബീഫാണെങ്കിലും ഒന്ന് യോജിച്ച് കൊടുക്കണം, കാരണം മസാലയും ബീഫും കൂടി യോജിക്കണമല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം ഇതിനാവശ്യമുണ്ട്, ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കുന്നുണ്ട്, ഓരോരുത്തരെ എണീക്കുന്നുണ്ട്, നിസ്കരിക്കണം, വീട്ടിൽ തന്നെയല്ലോ, പള്ളിക്കൊന്നും പോകാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓരോരോ പരിപാടി നടക്കണമുണ്ട്. ഒരാൾ എണീച്ച് വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കണം, അങ്ങനെയൊക്കെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയായി ബീഫ് മസാല. അപ്പോൾ അതിൽ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്ത് ഞാനിനി ചോറ് വെക്കാൻ പോകും. ഞാൻ ഇല്ലെങ്കിൽ രാത്രി തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്ത് വെക്കും. ഇന്ന് മറന്നതാണ് ഞാൻ രാത്രി, അപ്പോൾ ഇപ്പോഴും ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. നേരെ ഞാൻ മസാല ഉണ്ടാക്കാൻ നിന്നായിരുന്നു. അപ്പോൾ ഇനി ചോറ് റെഡിയാകുമ്പോൾ അത് റെഡിയാക്കും. ബാക്കി കുറേ പണിയുണ്ട്, കുട്ടികളെ എണിക്കലും ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും ഡ്രസ്സിടലും ഒക്കെയാണ്. പിന്നെ പുഡിങ് ഉണ്ടാക്കാനുമുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ മസാല റെഡി ആയിട്ടുണ്ട്. മസാല റെഡിയായാലും തണുക്കാൻ ഇങ്ങനെ വെക്കരുത്, ഈ പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ ദമ്മിടുന്നത്. അപ്പോൾ വേറെ പാത്രത്തിലാണ് ഇനി ചോറുണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് തന്നെ വേണം, വേറെ ഒരു ചെറിയ അടുപ്പിൽ അപ്പുറത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഇത് ചോറുക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തളിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചില്ല എന്നുള്ളൂ, ഇതെല്ലാവർക്കും അറിയുന്ന പ്രോസസ്സല്ലേ. എന്നിട്ട് ചോറിട്ട് കൊടുത്തു. ഇത് അരി ഞാൻ ബീഫ് 2 കിലോ ഉണ്ട്, പക്ഷേ അരി 1.5 കിലോ ഉള്ളൂ. ബീഫ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അരി 1.5 കിലോ ഉള്ളൂ, അതായത് 6 കപ്പ് അരിയുള്ളൂ.
ഉപ്പും കുറച്ച് ഹോൾ ഗരം മസാലയും മല്ലിയിലും പുതിനയിലുമാണ് ഇട്ടത്. പിന്നെ ചോറ് വേവാൻ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ വിനെഗറോ എന്തായാലും ഒഴിച്ചിട്ട് വേണം ചോറ് വേവാൻ വെക്കാൻ. എന്നിട്ട് ആ നേരം കൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുഡിങ് ഒരു 2 ലെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 3 ലെയറുള്ള പുഡിങ്ങാണ്. അതൊന്നും ഞാൻ നെക്സ്റ്റ് ടൈം ഫ്രീ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഇടാം. പറഞ്ഞപ്പോൾ ധൃതി ആയതുകൊണ്ട് അത് പറ്റണില്ല. അപ്പോൾ ഞാൻ ചോറ് ദമ്മിട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചോർക്ക് ദമ്മിടുമ്പോൾ ഞാൻ ഉള്ളി അതൊന്നും ഇട്ടില്ലായിരുന്നു. ചോറ് ദമ്മിടുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില വെട്ടിയിട്ടും വെച്ചിരുന്നു. നല്ലൊരു ഫ്ലേവറാണ് അങ്ങനെ ദമ്മിടുമ്പോൾ. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ദമ്മിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് കാഷ്യും ഉള്ളിയൊക്കെ റെഡി ചെയ്ത്. അപ്പോൾ അത് ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അടിയിലുള്ള മസാല മിക്സ് ചെയ്യുന്നില്ല. ദം ഇനിയും കുറച്ച് നേരം വെക്കും. ഇപ്പോൾ ഒരു 8 o'clock ആയിട്ടുള്ളൂ ദമ്മിടുമ്പോൾ. കുറേ സമയമൊന്നും ആയിട്ടില്ല. 8 o'clock ആവണേ ഉള്ളൂ. അപ്പോൾ ചോറിലേക്കൊന്നും മിക്സ് ചെയ്ത് കൊടുത്തില്ല. ഞാൻ 2 ലെയറാക്കിയിട്ടാണ് കാഷ്യൂനട്ടും ഉള്ളിയൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വീണ്ടും നല്ലൊരു ഫ്ലേവർക്ക് വേണ്ടിയിട്ട് വേറെ കളറോ ഫ്ലേവറോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ റോസ് വാട്ടർ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമല്ലോ ഫ്ലേവർ. അങ്ങനെ ഒരു ഫ്ലേവറും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഓറഞ്ച് ജ്യൂസ് ഇങ്ങനെ ജസ്റ്റ് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ വാഴയില വീണ്ടും വെച്ചിട്ട് ഞാൻ തട്ട് മുകളിൽ വെച്ച് മുകളിൽ കണലും പിന്നെ അമ്മിക്കല്ല് ഉണ്ടല്ലോ അതും വെക്കും. എന്നിട്ട് ചിക്കൻ 2-3 ടേമായിട്ട് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഹോൾ നൈറ്റ് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതല്ലേ, അതുകൊണ്ട് ചിക്കൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സാദാ മസാലയാണ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ബാരിയിൽ വീഡിയോ കാണുന്നവർ ഇനി മുതൽ ഇതിൽ ബാരി ഉണ്ടാവില്ല. എൻ്റെ ബാരി ചാനലിൽ വേണം കാണാൻ. ഇത് ഞാൻ പുഡിങ്ങിന് റെഡിയാക്കുകയാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കി അത് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്ത് കണ്ട് സെക്കൻഡ് ലെയർ ഇട്ടിട്ടുണ്ട്. അടിയിലുള്ള ലെയർ ബിസ്ക്കറ്റും നട്ട്സും ചോക്ലേറ്റ് സിറപ്പ് വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലെയറാണ്. ഇതിപ്പോൾ 3rd ലെയറാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയാണ്. അതിലേക്ക് കുറച്ച് ക്രീമും വൈറ്റ് ചോക്ലേറ്റും അത് മെൽട്ടായി വരുമ്പോൾ ബട്ടറും ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചതുണ്ട്. അതിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കും. മിക്സ് ആവാൻ കുറച്ചൊരു ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് സെറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അതുപോലെ പാർട്ടി പുഡിങ്ങാണ്. കുറച്ച് റിച്ചാണ്. ഈ സമയത്ത് കുറച്ച് സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഫ്രഷ് ക്രീമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ഫ്രഷ് ക്രീം ഞാൻ പുഡിങ് തലേന്ന് ഉണ്ടാക്കാൻ വൈകിയത് തന്നെ എനിക്ക് ഫ്രഷ് ക്രീം കിട്ടാൻ കുറച്ച് സമയം വൈകി. കാരണം ഇവിടെ ഷോപ്പൊക്കെ 3 o'clock ആകുമ്പോൾ അടുക്കും. പിന്നെ അങ്ങനെ ദൂരെ ഷോപ്പിലൊന്നും പോവില്ല. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ കൂടിയായിട്ട് എനിക്ക് ഫ്രഷ് ക്രീം കിട്ടാൻ വൈകി. അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ പൊരിച്ചിട്ടൊക്കെ റെഡിയാകുമ്പോൾ ഞാൻ പിന്നെ പപ്പടമൊക്കെ പൊരിക്കാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ പെരുന്നാൾക്ക് ചോറ് കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ തന്നെ ദമ്മിട്ട് പോണത്. ഇപ്രാവശ്യം പള്ളി ഇല്ലാത്ത കൊണ്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ തലേന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് 11-11:30 ആകുമ്പോൾ കഴിച്ചാൽ മതി എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ 3rd ലെയറാണ് ഇടുക. 2 ട്രേ പുഡിങ് ചെയ്ത് 1 ട്രേ നമുക്കാണ്. 1 ട്രേ എൻ്റെ ഹസ്ബൻ്റെ കസിൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്കൊന്നും കൊണ്ടുകൊടുത്തിട്ടില്ല. കാരണം ലോക്ക്ഡൗണും പിന്നെ ഈ സമയത്ത് അങ്ങോട്ട് പോകേണ്ട വെച്ചിട്ടാണ്. പക്ഷേ ഒന്നും കൊടുക്കാതൊരു സമാധാനമില്ല. അപ്പോൾ അവൾക്കും കൂടി അയച്ചു കൊടുക്കണം വെച്ചിട്ട് എന്തായാലും ഉണ്ടാക്കിയില്ല. അപ്പോൾ അവൾക്കും കൂടി അയച്ചു കൊടുക്കണം വെച്ചിട്ട് 2 ട്രേ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അവളെ ബ്രദർ രാത്രി വന്ന് കൊണ്ടുപോയിക്കോളും. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, കുറേ ദൂരമൊന്നുമില്ല. ഞാൻ ചോക്കോ ചിപ്സൊക്കെ എടുക്കുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര വലിച്ചു വാരി തിന്നലാണ്. പിന്നെ ഉപ്പ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചോറ് കഴിച്ച ഉടനെ ഞങ്ങൾ ഫ്രൂട്ട് സലാഡൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഇത് വൈകിട്ടാണ് ഞങ്ങൾ കഴിക്കണത്. ഉപ്പാൻ്റെ ഫ്രൂട്ട് സലാഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊന്നും വീഡിയോ ഫോക്കസ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പിന്നെ
എത്ര ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാലോ വിളമ്പണത് ഉമ്മ ആകുമ്പോഴാണ് ഒരു സുഖമുള്ളൂ. ഉമ്മ വിളമ്പനാണ് രസം. അപ്പോൾ ഉമ്മ ഇങ്ങനെ വിളമ്പാണ്. ബിരിയാണി മിക്സ് ചെയ്യുന്നതൊക്കെയാണ് ഉമ്മ മിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ മിക്സ് ചെയ്ത് അത്ര ശരിയാവുള്ളൂ. ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. മിക്സ് ചെയ്യുന്നത് ഉമ്മാണ്. എത്ര ഞങ്ങൾ ഉണ്ടാക്കിയാലോ ഉമ്മ മിക്സ് ചെയ്യുന്ന അത്ര എനിക്ക് മിക്സ് ചെയ്ത് ശരിയാവില്ല. ദുബായിലൊക്കെ ഞാൻ മെയിനായിട്ട് എൻ്റെ പ്രശ്നം അതാണ്. എത്ര ഉണ്ടാക്കിയാലും ഞങ്ങൾ തന്നെ വിളമ്പണം, ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം, ഞങ്ങൾ തന്നെ തിന്നണം. അതത്ര രസമില്ല. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാതിരുന്ന് അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങിയിട്ട് ഞങ്ങൾ തറവാട് പോകാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവില്ലായിരിക്കും, അത്ര അടുത്താണ്. അപ്പോൾ ഉമ്മ ഓൾറെഡി കാറിൽ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എണിച്ചപ്പോൾ ബൈക്കുമ്മേ പോവാൻ വെച്ച്. രസമല്ലേ ബൈക്കുമ്മേ പോകാൻ. അപ്പോൾ ബൈക്കുമ്മേ പോകുമ്പോൾ റോഡിൽ ഒരാളും ഇല്ല. പോലീസുണ്ടോ പേടിച്ചിട്ടാണ് പോണത്. ഒരു അങ്ങാടി കടന്നിട്ട് പോകണം. തറവാട്ട് സെയിം ഏരിയ തന്നെയാണ്, പക്ഷേ അങ്ങാടി കടന്ന് പോകുമ്പോൾ പോലീസ് ഉണ്ടാവും. എന്തായാലും മഴക്കാറുമാണ്, മഴ ചെറുതായി ചാരണമൊക്കെ ഉണ്ട്. അങ്ങനെ പോവാണ് ഞങ്ങൾ. പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കുട്ടികളൊക്കെ രാവിലെ എടുത്തിരുന്നു. ഞാൻ പിന്നെ തിരക്കായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല മഴയാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ അമ്മായികളും പിന്നെ എലാപ്പൻ്റെ തറവാട്ടിലാണ് എലാപ്പന്മാരുടെ വീട്. ഞങ്ങളുടെ വീട് മാത്രമേ ഇങ്ങനെ മാറിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോയാൽ മതി, എല്ലാവരും ഉണ്ടാവും. പിന്നെ കുറേ വീട്ടിലേക്കൊന്നും പോകണ്ട. വലിയമ്മയും എലാപ്പവും എലീമ്മമാരും ഒക്കെ അവിടെ തന്നെയാണ്. അമ്മായികളും ഞങ്ങൾ മാത്രമാണ് അവിടെ പോകാനുണ്ടാവുള്ളൂ. നല്ല മഴയാണ്. ഈവനിങ് ആകുമ്പോൾ നല്ലോണം മഴ വരാൻ തുടങ്ങി. കുട്ടികൾക്കൊക്കെ രസമാണ്. ഇത് എലീമ്മയുടെ ചെടിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. അവിടുന്ന് ഏലാപ്പൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ നടത്തി. ബാക്കിയുള്ളവരുടെ ഫോട്ടോ ഒന്നും ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. അവരുടെ പ്രൈവസി ഒന്നും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.